സ്റ്റുഡൻസ്, ബ്രെയിൻസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പ്രണവ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കോമേഴ്സ് വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഈ ചാപ്റ്ററിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കാര്യം ഇവിടെ പറയാണ്. നമ്മൾ എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് നമ്മളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കാണുന്ന സ്ഥാപനങ്ങളിൽ ചിലത് ഞാൻ ഈ ബോർഡിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ബാങ്ക്, ഹോട്ടൽ, സ്പോർട്സ് ക്ലബ്ബ്, ലൈബ്രറി, ചാരിറ്റബിൾ സൊസൈറ്റി, ഹോസ്പിറ്റൽസ്, NBFCs, സ്കൂൾ, ടെക്സ്റ്റൈൽ ഷോപ്പ്. പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങളിൽ കുറച്ച് മാത്രമാണ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇത്തരം സ്ഥാപനങ്ങളെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരെന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ എന്നാണ്. സോ വാട്ട് യു മീൻ ബൈ ഓർഗനൈസേഷൻ? ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ടാർഗറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുക? ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ പല ക്രൈറ്റീരിയാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓർഗനൈസേഷനെ ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ എല്ലാ ക്ലാസിഫിക്കേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷനാണ് ഓർഗനൈസേഷനെ അതിൻ്റെ എയിമിൻ്റെ ബേസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് വൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, സെക്കൻഡ് വൺ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനും അതിൻ്റെ ഒരു ടാർഗറ്റ് ഉണ്ടാകും. ടാർഗറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഇവിടെ ഓർഗനൈസേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ദ ഓർഗനൈസേഷൻ ഇസ് വർക്കിംഗ് ഫോർ ഏർണിംഗ് പ്രോഫിറ്റ്. ലാഭത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തെ നമ്മൾ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കും. സോ ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള സ്ഥാപനത്തിൽ ബാങ്ക്, ഹോട്ടൽ, NBFCs ആൻഡ് ടെക്സ്റ്റൈൽ ഷോപ്പ്, ഈ 4 ഓർഗനൈസേഷൻ്റെ എയിം എന്ന് പറയുമ്പോൾ പ്രോഫിറ്റാണ്. ഇത്തരം ഓർഗനൈസേഷനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഇസ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. സോ വാട്ട് യു മീൻ ബൈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ദ ഓർഗനൈസേഷൻ ഇസ് വർക്കിംഗ് നോട്ട് ഫോർ ഏർണിംഗ് പ്രോഫിറ്റ്. പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അല്ലാതെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്ഥാപനത്തിനെയും നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാണ് വിളിക്കുക. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സൊസൈറ്റിയുടെ അപ്ലിഫ്റ്റ്മെൻ്റാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പേരുണ്ട്. അത്തരം ആളുകൾക്ക് ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. സച്ച് ആസ് റിലീജിയസ് സർവീസ്, എൻ്റർടൈൻമെൻറ്റ് സർവീസ്, ഹോസ്പിറ്റൽ സർവീസ്, ചാരിറ്റബിൾ സർവീസ്, എഡ്യൂക്കേഷണൽ സർവീസ്. ഞാനിവിടെ ടിക്ക് ചെയ്യാത്ത, അതായത് സ്പോർട്സ് ക്ലബ്ബ്, ലൈബ്രറി, ചാരിറ്റബിൾ സൊസൈറ്റി, ഹോസ്പിറ്റൽസ്, ദെൻ സ്കൂൾ, ഇത്തരം സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരം ഓർഗനൈസേഷൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിക്ക് ബെറ്റർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഇത്തരം സ്ഥാപനങ്ങൾ. സോ സ്പോർട്സ് ക്ലബിൻ്റെ എയിം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് നമ്മുടെ സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ലൈബ്രറി നമുക്കറിയാമല്ലോ. ദെൻ ചാരിറ്റബിൾ സൊസൈറ്റി, ചാരിറ്റബിൾ സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ ചാരിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റ്, ബെറ്റർ ട്രീറ്റ്മെൻറ്റ്, നല്ല ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മുടെ സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ സ്കൂൾസ്, നല്ല എഡ്യൂക്കേഷണൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദീസ് ആർ ദ എക്സാമ്പിൾ ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്
ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയും ഡിഫറൻസ് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോർഡിൽ കുറച്ച് കീ വേർഡ്സ് എഴുതിയിട്ടുണ്ട്. ആ വേർഡ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയും ഡിഫറൻസ് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ കീവേഡാണ് എയിം. നമുക്കറിയാം പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ എയിം എന്ന് പറയുന്നത് ഇറ്റ്സ് വർക്കിംഗ് ഫോർ ഏർണിംഗ് പ്രോഫിറ്റ് ആണ്. അതായത് ലാഭത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ക്ലിയർ? സെക്കൻഡ് വൺ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നമുക്കറിയാം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ എയിം എന്ന് പറയുമ്പോൾ വർക്കിംഗ് ഫോർ പ്രൊവൈഡിങ് സർവീസസ് ടു അവർ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിക്ക് ബെറ്റർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. സോ ശ്രദ്ധിക്കുക. അപ്പോൾ എയിം എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ എയിം പ്രോഫിറ്റ് ആണ്. ദെൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ എയിം എന്ന് പറയുമ്പോൾ പ്രൊവൈഡിങ് സർവീസസ് ടു അവർ സൊസൈറ്റി. സെക്കൻഡ് വൺ, ഓർഗനൈസർ. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഓണറാണ്. ബട്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആണ്. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓണറാണ്. ബട്ട് ആസ് ഇൻ ദ കേസ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇസ് സ്റ്റാർട്ടഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്. ക്ലിയർ? നമ്മുടെ നാട്ടിൻപുറത്തെ ക്ലബ്ബ്, ഞാൻ നേരത്തെ പറഞ്ഞ ചാരിറ്റബിൾ സൊസൈറ്റീസ്, ചാരിറ്റബിൾ ഹോസ്പിറ്റൽസ്, ഇതൊക്കെ റൺ ചെയ്യുന്നത് എ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആണ്. ഓർക്കുക. ദെൻ മൂന്നാമത്തെ പോയിന്റ് ഫണ്ടാണ്. നമുക്കറിയാം ഏത് ഓർഗനൈസേഷനും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഫണ്ട് വേണം, അല്ലേ? സോ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ. Okay, the capital is invested by the owner. Then non-profit organization എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫണ്ടിനെ നമ്മൾ ഒരിക്കലും ക്യാപിറ്റൽ എന്ന് വിളിക്കാൻ പാടില്ല. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് വിളിക്കുക. ക്ലിയർ? പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫണ്ട് ക്യാപിറ്റൽ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സ്റ്റാർട്ടിങ് ടൈമിൽ യൂസ് ചെയ്യുന്ന ഫണ്ട് ക്യാപിറ്റൽ ഫണ്ട്. ഓക്കെ. Then fourth one, activity. Profit ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആണ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നത്. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡീൽസ് വിത്ത് ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. ബട്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡീൽസ് വിത്ത് നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡീൽ ചെയ്യുന്നത് ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡീൽ ചെയ്യുന്നത് നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ്. റെഡി? ദെൻ നെക്സ്റ്റ് വൺ, റിസൾട്ട്. നമുക്കറിയാം പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ മേ ബി പ്രോഫിറ്റ് ഓർ ലോസ്. സോ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ വെദർ പ്രോഫിറ്റ് ഓർ ലോസ്. ബട്ട് ആസ് ഇൻ ദ കേസ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കേസിൽ പ്രോഫിറ്റും ലോസും ഉണ്ടാവില്ല, പകരം സർപ്ലസും ഡെഫിസിറ്റും ആയിരിക്കും. ദ നെക്സ്റ്റ് പോയിന്റ്, ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നത് 3 ടൈപ്പ് ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ദെൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നത് 3 ടൈപ്പ് അക്കൗണ്ട്സ് തന്നെയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അല്ല, ചെറിയൊരു മാറ്റമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. റെഡി? ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ദെൻ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ഓൾസോ ദ ബാലൻസ് ഷീറ്റ്. ദ ലാസ്റ്റ് വൺ, മാനേജ്ഡ് ബൈ. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഓണറാണ്. ബട്ട് ആസ് ഇൻ ദ കേസ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. മാനേജ്മെന്റ് കമ്മിറ്റിയെ സെലക്ട് ചെയ്യുന്നത് ബൈ വേ ഓഫ് കണ്ടക്ടിങ് എലക്ഷൻ. ഒരു എലക്ഷൻ നടത്തിയിട്ടാണ് മാനേജ്മെന്റ് കമ്മിറ്റിയെ സെലക്ട് ചെയ്യുക. മാനേജ്മെന്റ് കമ്മിറ്റിയിൽ സാധാരണയായിട്ട്
പ്രസിഡന്റ് ഉണ്ടാവാറുണ്ട്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ. ഇത്രയും ആൾക്കാരാണ് മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. ഈ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നത് 3 ടൈപ്പ് ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ആണ്. അതിൽ ഒന്നാമത്തത് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, സെക്കൻഡ് വൺ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ആൻഡ് തേർഡ് വൺ ബാലൻസ് ഷീറ്റ്. Receipt and payment account is an account for entering receipts and payments. Receiptsum paymentsum enter ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. Then second one, income and expenditure account is an account is prepared for calculating surplus and deficit. അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ സർപ്ലസും ഡെഫിസിറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദ ലാസ്റ്റ് വൺ ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ്, നോട്ട് ആൻ അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് ബാലൻസ് ഷീറ്റ്. സോ ഇത് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഈ 3 ടോപ്പിക്സിൻ്റെയും പ്രോബ്ലം പാർട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഡിസ്കഷനൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വരുന്നതാണ്.